20-ാം അധ്യായം വായിച്ചു തുടങ്ങും. ഞാൻ കണ്ടു. അവന്റെ കയ്യിൽ പാതാളത്തിന്റെ താക്കോലും വലിയൊരു ചങ്ങലയുമുണ്ട്. അവൻ ഒരു ഉഗ്രസർപ്പത്തെ, സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി. അവനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിലടച്ച് മുദ്ര വെച്ചു. 1000 വർഷം തികയുവോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണിത്. തദനന്തരം അല്പസമയത്തേക്ക് അവനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു. പിന്നെ ഞാൻ കുറെ സിംഹാസനങ്ങൾ കണ്ടു. കുറേയേറെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു അധ്യായമാണ്. പറഞ്ഞൊരു ട്വിസ്റ്റ് ഉണ്ട്. ആരെയാണ് അവസാനിപ്പിക്കേണ്ടത്? പറഞ്ഞ വിഷൻ അനുസരിച്ച് ക്രൊണോളജി നോക്കുകയാണെങ്കിൽ ഈ അവസാനം പറഞ്ഞത് ഇപ്പം നേരെ ആദ്യത്തേലേക്ക് പോയി. സ്റ്റോറി ഇവിടെ നേരെ സൃഷ്ടിയുടെ സമയത്തേക്ക് പോയി. ഈ സീക്വൻസിൽ വായിച്ചാൽ അത് കിട്ടില്ല. ജീസസിൻ്റെ ലൈഫ്, ഡെത്ത്, റിസറക്ഷൻ, അതിൽ ഇനീഷ്യൽ ബൈൻഡിങ് ആൻഡ് കൺഫൈനിങ് ഓഫ് സേറ്റൻ നടന്നു. ബൈൻഡിങ് ഒരു പ്രോസസ്സാണ്. ഫസ്റ്റ് ബൈൻഡിങ് പവർലെസ് ആക്കി. പണ്ട് അവിടെ ആയിരുന്ന സമയത്ത്, വീണ സമയത്ത് ഒരു പവർ ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന പവർ ഇല്ല, പക്ഷെ കുറച്ച് അവശേഷിച്ചിട്ടുണ്ട് പവർ. അത് പവറുള്ള ആളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് വിറയ്ക്കും. യാക്കോബ് 2:19. യാക്കോബ് 2:19 എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ആൾക്കറിയാം ആളെ തോൽപ്പിച്ചവനാണ് ഈ നിൽക്കുന്നത്. 1 യോഹന്നാൻ 3:8 ഡിസ്ട്രോയ് ദ പവർ. പിന്നെ ഈ നിൽക്കുന്നവനാണ് ഇപ്പോഴത്തെ റിയൽ ഓണർ. ഇവൻ വെറുതെ പഴയ അവകാശം പറഞ്ഞു, ഇതിൻ്റെ ശരിക്കുള്ള ഓണർ ഇതാന്നുള്ളത്. അപ്പോൾ ഓണർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോയേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ അതിനു മുമ്പ് കുറേ ബഹളം കാണിക്കും. ഇതാണ് ആളുടെ നേച്ചറും ഇപ്പോഴത്തെ അവസ്ഥയും. പണ്ട് അവിടെ നിന്ന് തട്ടിവിട്ടപ്പോൾ, ഒരു അനുസരണക്കേട് കാണിച്ചപ്പോൾ തട്ടിവിട്ടപ്പോൾ ഒരു റൂളർ ഓഫ്, നമ്മൾ പറഞ്ഞില്ല ഈ ലോകൻ്റെ ദേവൻ എന്നൊക്കെ പറഞ്ഞുല്ലോ, അതൊക്കെ ഈശോ കൃത്യമായിട്ട് അവസാനിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, പവർലെസ് ആക്കിയിട്ടുണ്ട്. പക്ഷെ മുഴുവൻ അവകാശം ഇവിടുന്ന് പോയിട്ടില്ല. അത് പോകുന്നതാണ് നമ്മളിനി വായിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം ഫസ്റ്റ് റിസറക്ഷൻ ആൻഡ് 1000 ഇയേഴ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ്? ഇവിടെയാണ് കുറേയേറെ ആശയങ്ങളുണ്ട്. നമ്മൾ പറയും, പക്ഷെ കാത്തലിക് വ്യൂ പറഞ്ഞാണ്. രണ്ടാമത്തെ 1000 വർഷമാണ്. അപ്പോൾ ഈ 1000 വർഷം പല സഭാപിതാക്കന്മാരുടെയും വ്യാഖ്യാതാക്കളുടെയും കാത്തലിക് പൊസിഷൻ അനുസരിച്ച് ഈ 1000 വർഷം എന്ന് പറയുന്നത് ഈശോയുടെ ജന്മം മുതൽ അന്തിക്രിസ്തു വരെയുള്ള സമയമാണ് 1000 വർഷം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേജ്, അവിടെയാണ് സാത്താൻ റിലീസാവപ്പെടുന്നത്. അപ്പോൾ ആ റിലീസാവുന്ന സമയമാണ് ഫൈനൽ, സഭയുടെ ഫൈനൽ ട്രയൽ. സഭയ്ക്ക് ഫൈനൽ ട്രയൽ ഉണ്ടെന്ന് കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇത് ഈ റിലീസ് ടൈം ട്രിബുലേഷൻസിൽ പോകും. നമ്മൾ പറഞ്ഞില്ലേ, സഭയാണ് അന്തിക്രിസ്തുവിനെ നേരിടാൻ പോകുന്നത്. മൊത്തം പവർ വെച്ച് ഉണ്ടെങ്കിലേ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുവല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് റിസറക്ഷനും 1000 ഇയറിലും എന്താണ് നടക്കുന്നത്? അവിടെയാണ് മാർട്ടേഴ്സ് ആൻഡ് സെയിൻസ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ഹെവൻ ഡ്യൂറിങ് ദ ഏജ് ഓഫ് ദ ചർച്ച്. ഏജ് ഓഫ് ദ ചർച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 1000 വർഷം എന്ന് പറയുന്നത്, 1000 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിഗ് നമ്പർ. വി ഡോണ്ട് നോ. നമ്മൾ ലിറ്ററലായിട്ടല്ല എടുക്കുന്നത്. ഇതാണ് കാത്തലിക് പൊസിഷൻ. ഇത് ലിറ്ററലായിട്ടുള്ള ഒരു ഇതല്ല. യേശുക്രിസ്തുവിൻ്റെ ജന്മം മുതൽ അന്തിക്രിസ്തുവിൻ്റെ വരവ് വരെ ആരൊക്കെ ഉണ്ട്? മാർട്ടേഴ്സ് ആൻഡ് സെയിൻസ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ഹെവൻ ഡ്യൂറിങ് ദ ഏജ് ഓഫ് ദ ചർച്ച്. അപ്പോൾ ഇതാണ് ആദ്യ പുനരുത്ഥാനം. ഇത് എന്തിൻ്റെ പൂർത്തീകരണമാണ്? മാമോദീസായുടെയും തൈരലഭത്തിൻ്റെയും പൂർണ്ണതയാണ് ഇവരെന്താക്കിയത്? മാർട്ടേഴ്സും സെയിൻസ് ആക്കിയത്. അപ്പോൾ സെൻറ്റ് അഗസ്റ്റിൻ ഒരു അഭിപ്രായമുണ്ട്, ഫസ്റ്റ് റിസറക്ഷൻ എന്ന് പറയുന്നത് മാമോദീസയാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്. അതിനുശേഷം കുറേ പേര് മാമോദീസ മുങ്ങിയവരാണ്, മാർട്ടേഴ്സ് ആയിരുന്നത്. അപ്പോൾ ഇതിന് രണ്ടും നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ഒരു ദർശനം. ഫസ്റ്റ് റിസറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്?
അതായത് മാമോദീസ ഉണ്ട്, സ്ഥൈര്യലേപനം ഉണ്ട്. അതിലൂടെ അതിൻ്റെ പൂർണ്ണതയിൽ മാർട്ടേഴ്സ് ആൻഡ് സെയിൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു 1000 വർഷം, അത് കുറേ കാലമുണ്ട്. ഇത് മനസ്സിൽ വെക്കുന്നു കേട്ടോ. ഇനി ഈ 1000 വർഷത്തിന് ശേഷം ഇവന് റിലീസ് ചെയ്യണു, അതായത് അന്തിക്രിസ്തുവിൻ്റെ സമയത്ത്. അപ്പോൾ ബാറ്റിൽ ഉണ്ടാവുന്ന ആരോടാണ്? അന്തിക്രിസ്തു ആരോടെ ബാറ്റിൽ ചെയ്യാൻ പോകുന്നത്? അവന് ഇൻകാർണേറ്റ് ചെയ്യാൻ പറ്റില്ല. ആർക്ക്? പിശാചിന് ഇൻകാർണേഷൻ അലൗഡ് അല്ല. അതായത് ദൈവത്തിന് മാത്രമാണ് ഇൻകാർണേഷൻ അലൗ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഇൻകാർണേഷന് പകരം അവൻ കണ്ടുപിടിക്കുന്ന ചതിയാണ് മൃഗം, അന്തിക്രിസ്തു. അപ്പോൾ അവരെല്ലാം ദൈവം ഡീൽ ചെയ്തു, കഴിഞ്ഞ അധ്യായത്തിലൊക്കെ ഡീൽ ചെയ്ത് കഴിഞ്ഞു. എക്സൈൽ ചെയ്തോടുകൂടി അവരുടെ കാര്യം തീരുമാനമായി. പക്ഷേ മെയിൻ ആളിപ്പോഴും പതിഞ്ഞിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ശുശ്രൂഷയിൽ കാണുന്നതാണ്. ഈ പൈശാചിക മനുഷ്യരും പിശാചിൻ്റെ ആൾക്കാരും എപ്പോഴും മറ്റുള്ളവരെ കുരുതി കൊടുക്കും, എന്നിട്ട് അവരുടെ കാര്യം എപ്പോഴും സേഫാക്കും. വിശുദ്ധരെന്താ ചെയ്യുക? അവർ പോയി ആദ്യം ജീവൻ കൊടുക്കും, ബാക്കിയുള്ളവരെ രക്ഷിക്കും. ഈ പിക്ചർ മനസ്സിൽ വെച്ചിട്ട് വേണം കുറച്ച് വേറെ വിഷൻ അഭിപ്രായങ്ങൾ കേൾക്കാൻ. ഇനിയാണ് 3 വിഷൻ എന്താണെന്നുള്ളത്. പ്രീ മില്ലേനിയലിസം, ഇത് 1000 വർഷത്തെക്കുറിച്ചുള്ള ഇതാണ്. പിന്നെ എ മില്ലേനിയലിസം, മൂന്നാമത്തത് പോസ്റ്റ് മില്ലേനിയലിസം. അപ്പോൾ ഈ 3 കാര്യത്തിൽ എന്താണ് പറയണതെന്ന് നോക്കുന്നു. പ്രീ മില്ലേനിയലിസത്തിൽ പറയുന്നത് ഈശോ ഫിസിക്കലായിട്ട് വരുന്നതാണ്, ബിഫോർ ദ എൻഡ് ഓഫ് ദ വേൾഡ്. എ മില്ലേനിയലിസത്തിൽ പറയുന്നത് ഒരു സിമ്പിളാണ്, അത് ദീർഘകാലത്തെ സൂചിപ്പിക്കുന്നതാണ്. പോസ്റ്റ് മില്ലേനിയലിസം എന്ന് പറയുന്നത് ഈ വിജയത്തിന് ശേഷം ക്രിസ്ത്യാനിറ്റി റൂൾ ചെയ്യും ലോകത്തെ. എന്ത്? ക്രിസ്ത്യാനിറ്റി, അതായത് സ്പിരിച്വൽ പ്രസൻസ് ഓഫ് ജീസസ്, അതാണ് അവർ പറയുന്നത്, ക്രിസ്ത്യാനിറ്റി റൂൾ. ഈ പോസ്റ്റ് മില്ലേനിയലിസം സഭ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയുടെ ഒരു വചനമുണ്ടല്ലോ, എൻ്റെ രാജ്യം ഐഹികമല്ല. പിന്നെ ഫിസിക്കലായിട്ട് വരുന്നുള്ള ആ ഇതൊന്നും നമുക്ക് കിട്ടുന്ന ഒരു മൊത്തം ബോധ്യങ്ങളിൽ ചേർന്ന് പോകുന്നതുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് കത്തോലിക്ക സഭ എടുത്തിട്ടുള്ള പൊസിഷൻ ഏതാണ്? എ മില്ലേനിയലിസം. അതായത് ഒരു സിമ്പിളാണ്, ദീർഘകാലമാണ്, അന്തിക്രിസ്തു വരുന്ന വരെ. അത് കഴിഞ്ഞാൽ ട്രയൽ ഉണ്ടാവും, മീൻസ് ഒരു ഫൈനൽ ട്രയൽ ഉണ്ടാവും. അതിൽ സഭ കുറേയേറെ സഹിക്കേണ്ടി വരും, പക്ഷെ സഭ അവസാനം വിജയിക്കും. ഇതാണ് നമുക്കുള്ള ബോധ്യം. ഇപ്പം നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് റിസറക്ഷനാണ്. ഇനി ഒരു സെക്കൻഡ് റിസറക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പർട്ടിക്കുലർ ജഡ്ജ്മെൻ്റ് ഉണ്ട്, ജനറൽ ജഡ്ജ്മെൻ്റ് ഉണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തെ പോകണം എന്നുള്ളതാണ്. അതല്ല നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇത് നമ്മൾ അധികം കേൾക്കാത്തൊരു കാര്യമാണ്, പക്ഷേ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പഠിപ്പിക്കുന്നതാണ്. നമ്മൾ പറയുന്നത് എന്താണ്? സ്വർഗത്തെ പോകണം എന്നുള്ളതാണ്. പക്ഷെ സ്വർഗം ഭൂമിയെ വരണം എന്നുള്ളതാണ് ഫൈനല്. സ്വർഗീയ ജെറുസലം ഭൂമിയെ വരണം എന്ന് പറഞ്ഞില്ലേ? ഇതാണ് എത്ര വർഷം നമ്മൾ പ്രാർത്ഥിക്കുന്നു ആ പ്രവചനത്തിന്റെ പൂർത്തീകരണം. ഏത് പ്രാർത്ഥന? അപ്പോഴാണ് ദൈവ പദ്ധതിയുടെ ആദ്യ കാര്യം പൂർത്തിയാവുക. ദൈവം ഇവിടെ വസിക്കാനാണ് ആഗ്രഹിച്ചത്, അതുകൊണ്ടാണല്ലോ സൃഷ്ടിച്ചത്. അപ്പോൾ ഈ സൃഷ്ടിയെ മുഴുവൻ നവീകരിച്ച് ഈ നമ്മളെ പുതിയ ജെറുസലമാക്കി മാറ്റും. ഈ പുതിയ ജെറുസലം എന്ന് പറയുന്നത് നമ്മളാണ്. എന്നിട്ട് അപ്പം എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഫൈനൽ. അപ്പോഴാണ് നമ്മുടെ ലക്ഷ്യം സ്വർഗം ആണ്. അത് ടെമ്പററി, അങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരേണ്ട ഒരു ഫൈനൽ ഒരു പോയിന്റ് ഉണ്ട്. ഈ പുതിയ ജെറുസലം എന്ന് പറയുന്ന ആരാണ്? നമ്മളാണ്.
നമ്മൾ അവിടെ എത്തിയത് എങ്ങനെയാണ്? ദൈവം നമ്മളെ നമ്മുടെ അധ്വാനം കൊണ്ടല്ല, നമ്മൾ പണ്ട് മുതൽ പറഞ്ഞതാണ്, കൃപയിലാണ്. അപ്പോൾ ആരാണ് നമ്മളെ വിശുദ്ധീകരിച്ചത്? ഈശോ വിശുദ്ധീകരിച്ചു. ആ വിശുദ്ധീകരണം, സാൽവേഷൻ ഈസ് ഫ്രീ, പക്ഷെ മെച്യൂരിറ്റി ഈസ് കോസ്റ്റ്ലി. ലൂക്ക 16:16 നമ്മൾ അധ്വാനിക്കണം. അത് നമ്മളല്ല അധ്വാനിക്കുന്നത്, നമ്മളുടെ കൃപയാണ് അധ്വാനിക്കുന്നത്. ആ കൃപയ്ക്ക് അനുസരിച്ച് അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് അവിടെ എത്തി. എല്ലാവരും കൂടി തിരിച്ച് ഇങ്ങോട്ടൊന്ന് വരണം. അപ്പോഴാണ് ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന പൂർത്തിയാകുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ 1000 വർഷം എന്ന് പറയുന്ന ആ ഫിസിക്കൽ സാധനമൊന്നും ഇതിനോട് ചേർന്ന് പോവില്ല. അതോടുകൂടി അത് വേറെ നമ്മളിങ്ങനെ അതില്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ നമുക്ക് നമ്മളറിയണം, ഈ പഠിപ്പിക്കുന്നവർക്ക് കുർബാനയില്ല, വിശുദ്ധരില്ല, ഇങ്ങനൊരു സംഭവങ്ങളില്ല. അപ്പോൾ അവരുടെ ടീച്ചിങ് അങ്ങനെ വരുള്ളൂ. അവർ നോക്കുന്ന ഈ വചനത്തിലെ ലിറ്ററൽ മീനിങ് ആണ്. അപ്പോൾ 1000 എടുത്തു. അപ്പോൾ 1000 വർഷം കർത്താവ് കൂടി ഉണ്ടാവണം. അപ്പോൾ വിജയിക്കണം. അപ്പോൾ ആർക്കെതിരെ വിജയിക്കണം? അവരെല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു വരണം. ആദ്യത്തെ ഫസ്റ്റ് VIP ടീമുകളാണ് 1,44,000. പിന്നെ കുറേ പേര് മാനസാന്തരപ്പെടണം. ഇതൊക്കെ കണ്ടിട്ട് അവരെല്ലാവരും തിരിച്ചു വരും. അങ്ങനെ അത് പക്ഷെ നമ്മുടെ ഫെയ്ത്ത് ഫോർമേഷനിൽ അത് സൂട്ടാവില്ല. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം സൂട്ടാവുന്നുണ്ടോ? അതായത് ബൈൻഡിങ്. ആദ്യം കർത്താവ് ബൈൻഡ് ചെയ്തു, അവൻ പവർലെസ് ആയി. പഴയ അത്ര പവറൊന്നും ഇല്ല. പക്ഷെ എന്നാൽ അവന് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഇവൻ്റെ ഇൻഫ്ലുവൻസിനെ ചെറുക്കാനുള്ള എല്ലാ ആയുധങ്ങളും ഈശോ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ വചനം പാലിച്ച് കൃത്യമായിട്ട് ആയുധങ്ങളും ധരിച്ച്, എഫേഷ്യൻസ് 6 ആയുധം ധരിച്ച് വിശുദ്ധിയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ ഇവൻ നമ്മളെ കണ്ട് വേഗം സ്റ്റാൻഡ് വിടുള്ളൂ. അത് അവൻ്റെ കാര്യത്തിന് തീരുമാനമായി. പിന്നെ അവനൊരു സമയം കൊടുത്തിട്ടുണ്ട് റിലീസാവാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അവൻ വരുമ്പോൾ അത്യാവശ്യം പണി തരും. അതാണ് സാക്ഷികൾക്കടക്കം കൊടുത്തത്. ഇനി പഴയതിലൊക്കെ കണക്ട് ചെയ്ത് നോക്കുക. എന്നാലും അവർ മരിച്ചു. അപ്പോൾ ഇവർ ആഘോഷിച്ചു. പക്ഷെ ആഘോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. അവർ പോയി. ഈ പോയവരെല്ലാം ഇനി അപ്പോൾ വധുവായില്ലേ? സിസ്റ്റർ വായിച്ചാൽ അതും കൂടി ഒന്നും കൂടി വായിച്ചോ. അണിഞ്ഞൊരുങ്ങിയത് ഇങ്ങനെയാണ്. എന്നിട്ട് കണ്ടു. ഇതാണ് അന്ന് ആ ഇറങ്ങി വരുന്നതോടുകൂടി പണ്ട് വിഭാവന ചെയ്ത് ഇതന്നെ വരും. അതായത് ഇത് ഒരു സ്ഥലമായിട്ടല്ല വരുന്നത്. ഈ മനുഷ്യർ ഇതൊക്കെ ആലയങ്ങളാണ്. ഈ പറയുന്നവരൊക്കെ ഒറ്റ ആലയമാണ്. അപ്പം എല്ലാവരുടെയും ശരീരം ഈ ശരീരം എന്നൊക്കെ പറയുന്നതും ഒക്കെ ഒരു രൂപാന്തരപ്പെട്ട ഇതാണ്. അത് എങ്ങനെയൊന്നാന്ന് നമുക്ക് വ്യാഖ്യാൻ പറ്റില്ല. ഇത് ഇങ്ങനെ ഒരു വചനത്തിൻ്റെ ഇതിൽ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോവാം. C.S. ലൂയിസ് 2 തരം ആൾക്കാരുണ്ട് അവസാനം ഉണ്ടാവാൻ പോകുന്നവർ. ഒരു തരം ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈ വിൽ ബി ഡൺ. അവരെവിടെ എത്തും? സ്വർഗത്തിലെത്തും. പിന്നെ ചില ആൾക്കാരോട് ദൈവം പറയും ദൈ വിൽ ബി ഡൺ. അവർ നരകത്തിലെത്തും. വിശ്വസ്തരായ മനുഷ്യർ ദൈവത്തോട് പറയും നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ്. അവിശ്വസ്തരായ ആൾക്കാരോട് ദൈവം പറയും നിന്റെ ഇഷ്ടം. അപ്പം ആരാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്? സെൽഫ് ചോയ്സാണ് ഹെല്ല്. അത് ദൈവം ഒരാളെയും നരകത്തെ വിടാൻ ആഗ്രഹിക്കുന്നതല്ല, അനുവദിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, 21:1 മുതൽ 4 വരെ ഒന്ന് വായിക്കാം. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദിത്യ ആകാശവും ആദിത്യ ഭൂമിയും കടന്നുപോയി, അപ്രത്യക്ഷമായി. ശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ. സ്വർഗം, കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് 1023 to 1029. ലാസ്റ്റ് ജഡ്ജ്മെന്റ് 1038 to 41. അതിൽ 1041. ഇതിലെല്ലാം ആയി. നമ്മൾ മനസ്സിലാക്കി കൊടുത്തോളം അന്ത്യയുദ്ധമായി, സ്വർഗമായി, എല്ലാം കഴിഞ്ഞു. അതിന് 1042 to 1050 അതിൻ്റെ ടൈറ്റിൽ ഇതാണ്
ദ ഹോപ്പ് ഓഫ് ദ ന്യൂ ഹെവൻ ആൻഡ് ദ ന്യൂ എർത്ത്. ഇതിൻ്റെ സമ്മറി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ സമ്മറിയാണ് നമുക്ക് ഏറ്റവും അവസാനം ആവശ്യമുള്ളത്. കിങ്ഡം ഓഫ് ഗോഡ് ഫുൾനെസ്സിലേക്ക് എത്തുന്നു. അതുവരെ കിങ്ഡം ഓഫ് ഗോഡ് ഫുൾനെസ്സിലായിട്ടില്ല. അപ്പോൾ ദ റൈറ്റിയസ് വിൽ റെയിൻ ഫോർ എവർ വിത്ത് ക്രൈസ്റ്റ് ഗ്ലോറിഫൈഡ് ഇൻ ബോഡി ആൻഡ് സോൾ. ആ ബോഡി ആൻഡ് സോൾ എന്ന് പറയുന്നത് നമുക്കറിയാം അവസാന വിധിയിലാണ് നമ്മുടെ ശരീരവും ഇപ്പം നമ്മുടെ ആത്മാവേ പോവുള്ളൂ, നമ്മുടെ ശരീരമായിട്ട് ഇത് ചെയ്യണം. ആ ശരീരം എങ്ങനെയായിരിക്കും? ആ ശരീരം എന്ന് പറയുന്നത് ട്രാൻസ്ഫോംഡ് ബോഡി ആൻഡ് സോളാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനെ കുറിച്ചാണ് ദ യൂണിവേഴ്സ് ഇറ്റ് സെൽഫ് വിൽ ബി റിന്യൂഡ് 1042 പറയുന്നത്. ഇൻ ദിസ് ന്യൂ യൂണിവേഴ്സ് ദ ഹെവൻലി ജെറുസലം ഗോഡ് വിൽ ഹാവ് ഹിസ് ഡ്വെല്ലിംഗ് എമംഗ് മെൻ. അപ്പോൾ ആ ഡ്വെല്ലിങ് ഇവിടെയാവും. അതാണ് 1044 പറയുന്നത്. ഇനിയാണ് ഫൈനൽ സെൻറ്റൻസ്. വി നോ നൈദർ ദ മൂവ്മെൻറ്റ് ഓഫ് ദ കൺസ്യൂമേഷൻ ഓഫ് ദ എർത്ത് ആൻഡ് ഓഫ് മാൻ നോർ ദ വേ ഇൻ വിച്ച് ദ യൂണിവേഴ്സ് വിൽ ബി ട്രാൻസ്ഫോംഡ്. അത് 1048 പറയുന്നു. അതായത് ഇതെന്നാണ് ഈ സംഭവം മുഴുവൻ ഇതാവാന്നും, അതുപോലെ മനുഷ്യൻ എങ്ങനെയാണ് ഇത് പൂർണ്ണമാകാനും, ഇത് എങ്ങനെയാണ് ട്രാൻസ്ഫോം ആണെന്നുള്ളത് നമുക്കറിയില്ല. ആ കാര്യത്തെക്കുറിച്ച് എളിമ പാലിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞില്ലേ. ആക്ട്സ് 1:7 എന്താ പറയുന്നത്? ആ വചനം പാലിക്കുകയാണെങ്കിൽ നമുക്ക് ആകെ കൂടി ഒരു ഉത്തരവാദിത്തമുള്ളൂ. പാപം ചെയ്യാതെ വിശ്വസി കാട്ട് ദൈവായിക്യത്തിന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അവിടെ എത്തും, അത് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരും. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവപദ്ധതി.